മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. സ്വന്തം മോളെ പെരുവഴിയിൽ നിർത്തി നിന്റെ അമ്മായിയച്ഛൻ സുഖമായിട്ട് ജീവിക്കണ്ട. തനുജെ, സത്യം എന്താ നിനക്ക് അറിയില്ല. നീ പോ. എന്റെ തീരുമാനം മാറില്ല. മാറില്ല അല്ലേ? ഇല്ല. ഹലോ ദേവി. നന്ദു അമ്പലത്തിലാണോ? അതെ ദേവി, ഞാൻ പുറത്തേക്കാ. അച്ഛനും അമ്മയും അകത്ത് തൊഴുക. നന്ദു, അത് അമ്മ വലിയ സന്തോഷത്തിലാ. എത്രയോ കാലത്തിന് ശേഷമാ അവരൊരുമിച്ച് അമ്പലത്തിൽ വരുന്നേ. പ്രധാന പൂജകളൊക്കെ ഉണ്ട്. നന്ദു, പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരാമോ? എന്താ ദേവി, എന്താ കാര്യം? ഇവിടെ ആ തനൂജ വന്നിട്ടുണ്ട്. എന്നും വരുന്ന പോലെയല്ല, ഇവിടെ താമസിക്കാൻ വേണ്ടി അവള് വന്നിരിക്കുന്നത്. എന്ത് നേരിടാൻ ഒരുങ്ങി തന്നെ അവളുടെ നിൽപ്പിപ്പോ. ഞാൻ തടയാനൊക്കെ നോക്കി, അവള് രണ്ടും കൽപ്പിച്ച് നിൽക്കുക. ഇത് വലിയ ശല്യമായല്ലോ. നന്ദു, വേഗം വാ, ഉടനെ എന്തെങ്കിലും ചെയ്യണം. പേടിക്കണ്ട, നീ ഫോൺ വെക്ക. ഞങ്ങൾ ഉടനെ എത്താം. നീ ഒട്ടും ടെൻഷൻ ആവണ്ട, ഞങ്ങൾ ഇതായെത്തി. ഇനി ഏതെങ്കിലും വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയി ഭക്ഷണവും കഴിച്ച് ദേവികയ്ക്ക് പാർസലും വാങ്ങി പോവാം. അതെ, എന്താന്നറിയില്ല, ഇത് നല്ല വിശപ്പുണ്ട്. നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോവാടാ. ഭക്ഷണമൊക്കെ പിന്നെ കഴിക്കാം. നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം. എന്താടാ? ദേവി ഇപ്പൊ വിളിച്ചായിരുന്നു. ആ തനുജ വന്നിട്ടുണ്ട്. വീണ്ടും അവള് വഴക്കുണ്ടാക്കാൻ വന്നാവും. വെറുതെ വഴക്കിട മാത്രമല്ല അവളിപ്പോ വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ താമസിക്കാൻ അവളുടെ പുറപ്പാട്. അവള് വീട്ടിനകത്ത് കയറി കഴിഞ്ഞു. സിദ്ധു, അച്ഛൻ വന്നേ, വാ വാ. ഡൽഹി നിൽക്കുമ്പോ തോന്നും എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണമെന്ന്. ഇവിടെ നീരമോള് കൂടെയുണ്ടെന്നൊരു തോന്നൽ കിട്ടും. ഇവിടെ എത്തിയപ്പോ തോന്നുന്നു മാറി നിൽക്കുന്നതാ നല്ലതെന്ന്. മോളെക്കുറിച്ചുള്ള ഓർമ്മകൾ താങ്ങാൻ പറ്റുന്നില്ല ബാലു. ഓർമ്മകൾ നല്ലതാ ചന്ദ്രമതി. നമുക്ക് നമ്മളെക്കുറിച്ച് അറിയാൻ പറ്റും. തെറ്റുകളിലേക്ക് വീഴാതിരിക്കാനും പറ്റും. നമ്മള് വിഷമിപ്പിച്ചവരെ ഓർത്ത് വേദനിക്കാനും പറ്റും. ആലോചിക്കുമ്പോ ജീവിതം ഒരു രസ. നമ്മൾ കരുതും നമുക്ക് മാത്രം ദുഃഖമെന്ന്. നമ്മള് സിദ്ധുവിന്റെ അവസ്ഥ കണ്ടിട്ടോ, പാവം, എന്തൊരു കഷ്ട. ബാലു, എന്തായിരിക്കും ഇതിന്റെ പിന്നിലെ വാസ്തവം? എന്താ, നീ അവനെ സംശയിക്കുന്നോ? ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടതെല്ലാം സത്യമാണെന്ന് നീ കരുതുന്നുണ്ടോ? സത്യമാകാൻ വഴിയില്ല. സത്യമാകാൻ വഴിയില്ല എന്നല്ല, ഒരിക്കലും സത്യമാവില്ല. എന്നെപ്പോലെ അവനെ മനസ്സിലാക്കിയവരാരും ഉണ്ടാവില്ല. ഒരന്വേഷണവും നടത്താതെ ഏത് കോടതിയിലും എനിക്ക് മൊഴി കൊടുക്കാൻ പറ്റും.
ഇത് കെട്ടിച്ചമച്ച കഥയാണെന്ന്. ഒരിക്കലും അവൻ ഒരാളെ ചതിക്കാൻ പറ്റില്ല ചന്ദ്രേ. ഈ പ്രഭയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവനൊരു ബന്ധമുണ്ടെന്നിരിക്കട്ടെ. അവൻ പിന്നെ ഒരിക്കലും പ്രഭയെ കല്യാണം കഴിക്കില്ല, അതെനിക്ക് ഉറപ്പാ. അവനൊന്നും ഫോൺ എടുത്തിരുന്നെങ്കിൽ എനിക്ക് സംസാരിക്കായിരുന്നു. ദേവികയാണെങ്കിൽ പിന്നെ വിളിച്ചതുമില്ല. അല്ല ബാലു, ദേവിക ഒന്ന് വിളിച്ചു നോക്കിയാലോ? അത് വേണ്ട. ചിലപ്പോ ദേവിക അറിയാതെ വിളിച്ചതാണെങ്കിലോ? വേണ്ട. എനിക്ക് അവനോടാ സംസാരിക്കണ്ടേ. പ്രഭ ഇതൊക്കെ എങ്ങനെ സഹിക്കുന്നോ ആവോ, പാവം. ഇതൊന്നും ഒരു ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റില്ല. ഭർത്താവ് മരിച്ചു പോയാൽ ചിലപ്പോ ക്രമേണ അതങ്ങ് താങ്ങാൻ പറ്റിയെന്ന് വരും. പക്ഷെ ഇത് താങ്ങാൻ പറ്റൂ ബാലു? തനുജ പ്ലീസ്, ഞാൻ കാല് പിടിക്കാം, ഒന്ന് പോയിത്താ. അച്ഛനും അമ്മയൊക്കെ ഇപ്പൊ വരും. അവരെത്രയോ കാലത്തിന് ശേഷം ഒരുമിച്ച് അമ്പലത്തിൽ പോയ ദിവസം ഇന്ന്. അവരുടെ സന്തോഷം നീ ആയിട്ടില്ലാതാക്കരുത്. പ്ലീസ് ഒന്ന് പോയിത്താ. പൊന്നു മോളെ, നീ ഇങ്ങനെ കരഞ്ഞു കാല് പിടിക്കാനൊന്നും നിൽക്കണ്ട. ഒന്നും നടക്കില്ല. കുറച്ചു മുമ്പ് കൊന്നുകളയും തിന്നുകളയും എന്നൊക്കെ പറഞ്ഞു നിന്ന ആള് താഴേക്കിറങ്ങി വന്നല്ലോ. പിന്നെ അച്ഛനും അമ്മയും അമ്പലത്തിൽ പോയെന്ന് പറഞ്ഞല്ലോ. അപ്പൊ എല്ലാം കൊണ്ടും ശുഭദിനമാ. ഞാൻ വലതുകാല് വെച്ച് വീട്ടിൽ കയറിയതിന്റെ ഐശ്വര്യമാ അവരുടെ അമ്പലത്തിൽ പോക്ക്. അവര് കൊണ്ടുവരുന്ന പ്രസാദം അച്ഛനെ കൊണ്ട് എന്റെ നെറ്റിയിൽ ചാർത്തിക്കണം. തനുജ പ്ലീസ്, നീ ഒന്ന് പോയിത്താ. മാറി നിക്ക്. നീ പോയേ നാത്തൂന് വല്ല ജ്യൂസോ എന്തെങ്കിലും എടുത്തിട്ട് വാ. ഭയങ്കര ദാഹം. ഈശ്വര, അവര് വന്നല്ലോ. തനുജ, നീ ഒന്ന് അകത്തേക്ക് മാറി നിക്ക്. അവര് വന്നു കഴിഞ്ഞിട്ട് ആരും അറിയാതെ നീ ഇറങ്ങി പോയാ മതി. ഒന്ന് പോയടി അവിടുന്ന്. ഹായ്, ഗുഡ് മോർണിംഗ്. എന്തിനാ നീ ഇവിടേക്ക് വന്നത്? അത് നല്ല ചോദ്യമായി പോയല്ലോ. ഞാൻ എന്റെ അച്ഛന്റെ വീട്ടിലല്ലേ വളരേണ്ടത്. ആരടി നിന്റെ അച്ഛൻ? ദാ നിൽക്കുന്നു. എടി നിന്നെ നന്ദ, വേണ്ട. എന്താ നിന്റെ ഉദ്ദേശം? എന്റെ ഉദ്ദേശം സ്വന്തം വീട്ടിൽ താമസിക്കുക എന്നുള്ളതാ. അത്യാവശ്യം കുറച്ച് ഡ്രസ്സും ഡോക്യുമെന്റ്സും ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അച്ഛാ, എനിക്ക് കുറെ ഡ്രസ്സ് എടുക്കണം. പിന്നെ ചെറിയ കുറച്ച് പർച്ചേസും ഉണ്ട്. വീട് മാറി വന്നതല്ലേ, അതിന്റെ കുറച്ച് ആവശ്യങ്ങളുണ്ട്. കുറച്ച് കാശ് വേണ്ടി വരും. നിർത്തടി. ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കിയുണ്ടല്ലോ. ആവശ്യമുള്ള പ്രശ്നമല്ലേ ഇത്? എന്നെ ആരും തടയാൻ നിൽക്കണ്ട. തനുജ, നീ കാര്യം വഷളാക്കരുത് പ്ലീസ്.
നീ ഇങ്ങനെ ഇവളോട് അപേക്ഷിക്കുന്നത് എന്തിനാ? നിന്നെ വെറുതെ വിടാൻ പാടില്ലായിരുന്നു. നിന്നെ പിടിച്ച് ജയിലിനകത്തേക്ക് ഇടാൻ പറഞ്ഞാ മതിയായിരുന്നു. എന്നിട്ട് എന്താ അത് ചെയ്യാത്തത്? നിയമപരമായി നിങ്ങൾക്കതിന് പറ്റില്ലെന്ന് മനസ്സിലായി അല്ലേ? ഇനി എന്നെ ഇവിടുന്ന് മാറ്റാൻ ആർക്കും പറ്റില്ല. തനുജ, ഇങ്ങോട്ട് നോക്കടി. ഞങ്ങൾ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ട് നിൽക്കുക. ഞാനൊരിക്കൽ നിന്റെ വീട്ടിൽ വന്ന് മുന്നറിയിപ്പ് തന്നതാ. നീ എന്റെ മോളെ വീട്ടിൽ ചെന്ന് ബഹളം വച്ച ദിവസം. ഇനി വീണ്ടും ബഹളം ആവർത്തിക്കാൻ താല്പര്യമില്ല. മര്യാദയ്ക്ക് നീ ഇവിടെ ഇറങ്ങി പോകുന്നതാ നല്ലത്. ഷോ, നിങ്ങളുടെയൊക്കെ ശൗര്യം ഇത്രയുള്ളോ? ഇന്നലെ സ്റ്റേഷനിൽ എന്തായിരുന്നു ഷോ? ആദ്യം അച്ഛന്റെ ഭാര്യ പരാതിക്കാരി, അവരുടെ പ്രകടനം. പിന്നെ എന്റെ അച്ഛന്റെ വക ഒരു നാടകം. അച്ഛാ, ഈ പരിപാടി ഒന്ന് നിർത്ത്. ഞാൻ ഇനി ഇവിടുന്ന് പോകുന്നില്ല. ആരോടി നിന്റെ അച്ഛൻ? എന്റെ ദേഹത്തെ തൊട്ടാലുണ്ടല്ലോ. വാടി, ഇറങ്ങി പോ ഇവിടുന്ന്. ഇറങ്ങിപ്പോയ്ക്കോ ഇവിടുന്ന്. ഇല്ലെങ്കിൽ പ്രഭാവതി ആരാണെന്ന് നീ അറിയും. പൊക്കോ, നീ സ്ഥലം വിട്ടോ. ഇനി ഈ വഴിക്ക് കണ്ടുപോകരുത്. മനസ്സിലായല്ലോ? ഇടി, കേട്ടില്ലേന്ന്? ഇറങ്ങി പോവാൻ. പോവാൻ നോക്ക് വേഗം. നീ കയറി വന്ന സ്ഥലം മാറിപ്പോയടി. ഇത്രയും കാലം ഞങ്ങൾ ക്ഷമിച്ചു. ഇറങ്ങി പോവാൻ നോക്കടി. പോയില്ലെങ്കിൽ നീ എന്ത് ചെയ്യടാ? പറയടാ, നീ എന്ത് ചെയ്യും? പോയില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? എന്ത് ചെയ്യും നീ? ദേ, ഇവിടുന്ന് പോവേണ്ട സാഹചര്യം എനിക്ക് വരില്ല. മാറി നിക്കങ്ങോട്ട്. ഒന്നുകിൽ നിങ്ങളിൽ ഒരാള്, അല്ലെങ്കിൽ ഞാൻ. വിട്, ഓടി മാറി നിക്കാൻ. മിണ്ടിപ്പോരുത്. തനുജ, എന്താ ഇത്? കൊന്നുകളയും നിന്നെ ഞാൻ. തനുജ, എന്നെ അറിയാലോ. പറഞ്ഞതുപോലെ ചെയ്യും. എന്തോ? എനിക്ക് കൊല്ലാനും പേടിയില്ല, ചാവാനും പേടിയില്ല. ഇനി ആരെങ്കിലും എന്നെ എതിർക്കാനോ തടയാനോ വന്ന ഞാൻ എന്റെ വെയിൻ കട്ട് ചെയ്യും. എനിക്ക് മരിക്കാൻ പേടിയില്ല. അറിയാലോ എന്റെ സ്വഭാവം. എല്ലാം തീർക്കും ഞാൻ ഇന്നത്തോടെ. എന്റെ ചോരയ്ക്ക് നിങ്ങൾ ഓരോരുത്തരും സമാധാനം പറയേണ്ടി വരും. എന്ത് നോക്കി നിൽക്കുന്ന?
ഇപ്പൊ ധൈര്യം ചോർന്നു പോയാ? കൊടുക്ക അടുത്ത പരാതി കൊടുക്ക. എന്തിടാ നിനക്ക് പേടിയില്ലേ? കൊല്ലടാ നീ. തനുജ മാറി നിൽക്കേ. കൊല്ലണോടാ നിനക്കെന്നെ? തോന്നട്ടെ നിന്റെ മിടുക്ക് കാണിക്കടാ. നീ എന്നെ തല്ലു. എന്നാ പിന്നെ നിന്നെ ഞാൻ കൊല്ലും. കാണാം നമുക്ക്. മാറി നിക്കടി. നീ നേരത്തെ കാല് പിടിച്ചു കഴിഞ്ഞു. നീ ബുദ്ധിയുള്ളവളാ. എന്നെ തടയാൻ നോക്കിയ ഒന്നുകിൽ നിങ്ങളിൽ ഒരാൾ, അല്ലെങ്കിൽ ഞാൻ. രക്തം കണ്ടിട്ടേ ഞാൻ ഇവിടുന്ന് പോവൂ. നീ ആരാടി എന്നെ തടയാൻ? നിനക്കെന്നെ അറിയില്ല. എന്താ ഇത്? നീയാണോ ഈ വീട് ഭരിക്കുന്നത്? ഒന്നുകളയും തന്നെ ഞാൻ. ഇത് എന്റെ വീട്. ഞാൻ ഭരിക്കും ഈ വീട്. കാണിച്ചു തരാം നിനക്കത്. ആരും എന്നെ തടയണ്ട. ആരും എന്നെ തടയാൻ നോക്കിയാ ഒന്നുകിൽ നിങ്ങളിലൊന്ന്, അല്ലെങ്കിൽ ഞാൻ. തീർത്തിട്ടേ ഞാൻ ഇവിടുന്ന് മാറും. ഇതെന്റെ വീടാ. ഞാൻ ഇവിടുന്ന് പോവില്ല. മോറ് നിക്കടാ അങ്ങോട്ട്. തനുജ, തനുജ, വാതിൽ തുറക്ക്. ഇല്ല, തുറക്കില്ല. തുറക്കാനാ പറഞ്ഞത്. ഇല്ല. ബഹളം വെച്ച് പ്രശ്നം ഉണ്ടാക്കിയാ ഞാനിവിടെ കിടന്ന് മരിക്കും. അച്ഛാ, നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും നിർണായകമായ സമയമാണ് ഇത്. ശരിയായ തീരുമാനം എടുക്കേണ്ട നിമിഷം. അച്ഛാ, അച്ഛൻ ബലരാമനങ്ങളെ വിളിക്കണം. അതെ അച്ഛാ, എല്ലാ വഴികളും അടഞ്ഞു കഴിഞ്ഞു. കാര്യങ്ങൾ ബലരാമനങ്ങൾ അറിയണം. ഇപ്പൊ തന്നെ അറിയിക്കണം. നീ എന്താ ഈ പറയുന്നത്? ബലരാമനെ ഞാനിതെങ്ങനെ അറിയിക്കും? എങ്ങനെ പറഞ്ഞാലും ഈ സത്യം അവൻ എങ്ങനെ ഉൾക്കൊള്ളും? സത്യമല്ലേ അച്ഛ പറയുന്നത്? ഉൾക്കൊണ്ടല്ലേ പറ്റൂ.
ബലരാമനങ്ങളിൽ നിന്നും കാര്യങ്ങൾ ഇത്രയും നാൾ മറച്ചു വെച്ചതിൽ ന്യായീകരണമുണ്ട്. പക്ഷെ ഇനിയും മറച്ചു വെച്ച വലിയ ദുരന്തങ്ങൾ ഉണ്ടാവും. നീ എന്തുകൊണ്ട് എന്നെ ഇത് അറിയിച്ചില്ല എന്ന് ബലരാമനങ്ങൾ പിന്നീട് ചോദിച്ച അച്ഛൻ എന്ത് മറുപടിയുണ്ട്? പല കുടുംബങ്ങളുടെ ഭാവി ഇപ്പോ അച്ഛന്റെ തീരുമാനത്തെ ആശ്രയിച്ച. ബലരാമനങ്ങളോട് പറയാൻ അച്ഛന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം. വേണ്ട, ഞാൻ പറയാം. അതെ, ബലരാമനോടെല്ലാം പറയാം. മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.